വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എന്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഓർമ്മിക്കുക, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. എങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് അവിടുന്ന് തിരഞ്ഞെടുത്ത് പിതാവ് തന്നെ പുത്രനു നൽകിയവരാണ് സ്ലീഹന്മാർ. അവരുടെ ഇടയിൽ പിന്നെങ്ങിനെ ഒറ്റുകാരനായ യൂദാസ് ഉൾപ്പെട്ടു. ഈ യൂദാസ് തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ ആദ്യം മുതലേ അറിഞ്ഞിരുന്നുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിൽ എന്തുകൊണ്ട് സ്ലീഹന്മാരുടെ ഗണത്തിൽ നിന്നും അവനെ ആദ്യം തന്നെ ഈശോ മാറ്റി നിർത്തിയില്ല? തന്റെ ശരീരരക്തങ്ങളായ അപ്പവും വീഞ്ഞും അവന്റെ കരങ്ങളിലേക്ക് എന്തുകൊണ്ട് നൽകി? യൂദാസിനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു എന്ന ദുഷ്പേര് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഈശോയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതും അത് ആഗ്രഹിച്ചതും റോമാക്കാരായിരുന്നില്ല, സ്വന്തം ജനവും മതനേതാക്കളുമായിരുന്നു. അവിടുത്തോടൊപ്പം അപ്പം പങ്കുവച്ചവരും കാസായിൽ നിന്നും പാനം ചെയ്തവരും അവനിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരും അവിടുത്തേക്ക് ഓശാന പാടിയവരുമാണ് അവനെ ക്രൂശിക്കുവാൻ മുതിർന്നത്. നമ്മുടെയും ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ദുഷ്പ്രവൃത്തികൾ മൂലം ഈശോയെ ക്രൂശിക്കുകയല്ലേ ചെയ്യുന്നതെന്ന ബോധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥൻ കാൽവരിയിൽ കരളുരുകും വേദനയിൽ തിരുരുധിരം